അവൻ്റെ ടൂൾസ് വല്ലതും കാണും. നേരത്തെങ്കിൽ മറ്റേ സൈക്കിൾ എടുത്തു വന്നപ്പോഴായിരുന്നു. എടാ ഞാൻ ചായ പിന്നെ ഉഴുന്നോട തെളിഞ്ഞ് പരിപ്പോട ഏത്തക്കാപ്പം എല്ലാം ഉണ്ടാവണേ ഈശ്വരാ. ഈശ്വരാ അതോണേ. ചേട്ടാ ഒരു ചായ ഒരു വട ഒരു ഏത്തക്കാപ്പം എല്ലാം വേണ്ട. ചായ വട ഏത്തക്ക അപ്പം ചായ വട ഏത്തക്ക അപ്പം ചായ വട ഏത്തക്ക അപ്പം ഏത്തക്കാപ്പം മതി. ചേട്ടാ പെട്ടെന്ന് അപ്പം ചായ വട ഏത്തക്ക അപ്പം ചായ വട ഏത്തക്ക ഭാഗ്യം കണ്ണാടി വന്നു. കേട്ടോ അതെ അടിയിലോട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സീറ്റ് മാറ്റണം. നിനക്ക് ആ കീറിയ ഭാഗം മാത്രം ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? എത്ര നേരം എടുക്കും? അതിന് 10 മിനിറ്റ്. 5 5 പെട്ടെന്നാവട്ടെ. ചേട്ടാ ഒരു ചായ. ചേട്ടാ വണ്ടി റെഡി. എടാ അപ്പൊ നീ ആണല്ലോ സീറ്റ് കുത്തിക്കറിയോ? കണ്ണാടി താടാ ഒരു മിനിറ്റ്. എന്റെ ബൈക്ക് എന്റെ കണ്ണാടി താടാ. ഇല്ലെങ്കിൽ കണ്ണാടി എടുക്കണം. ചേട്ടാ ചേട്ടാ മനോരമല്ല ഈ കണ്ണൊന്ന് പൊത്തുവോ പ്ലീസ് ചേട്ടാ, കണ്ണൊന്ന് പൊത്തു വേഗം. എന്റെ കണ്ണല്ലടാ ഈ മണ്ണ് മണി കണ്ടുകൊണ്ട് ധൈര്യം എന്റെ വീട്ടിൽ വന്ന് പിടിക്കാൻ നോക്കടാ. നിന്നെ എടുത്തോളാ, എന്റെ അച്ഛൻ നിന്നെ എടുത്തോളാം. വണ്ടി അങ്ങനെ കോളേജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കോളേജിൽ പോയിട്ട് മാന്യമായി തല്ലാന്ന്. ഇറങ്ങി എങ്ങോട്ടാ? എന്താ കോളേജൊക്കെ ചെറുത്, അതിലും വലിയ വടം വീടിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ടാവും. പിന്നെ നിന്റെ വീട്ടിലെ പോലെ ഒന്നും അല്ല, ഇവിടെ ഇല്ലാത്ത മുറി വരെ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞോ? പിന്നെ വരാതെ നമുക്ക് പുറകോടെ പോവാം, വാ. ഇനി എന്റെ ഏത്തക്കാപ്പത്തെ കുറ്റം പറ. ഇത്രയും നല്ലൊരു സിഗ്നൽ എന്റെ അമ്മയെ നിന്റെ അമ്മ. ആന്റി ആന്റി എന്താ ഇവിടെ? ആന്റി
നീ എന്റെ ചെക്കന്റെ ദേഹത്ത് കൈവെക്കുമല്ലേ? ഏത് ചെക്കണ്ട? ആരാടാ ഇവര്? എടാ വിശാഖ്, എല്ലാം പറഞ്ഞ റോഡ് നിനക്ക് പറയാനുള്ളത് അവനോട് പറ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ ചെക്കനെ തല്ലുന്ന ഈ വിവരമില്ലാത്ത മിണ്ടരുത്. നിന്നെക്കാളും 3-4 വയസ്സ് ഇളയതല്ലടാ അവൻ. പോട്ടെ, നീ ഒരു ക്രിമിനൽ ആണെന്നെങ്കിലും നിനക്ക് ഓർമ്മ വേണ്ടേ? നിന്നെ തവണ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. നോക്കിക്കോ, എന്റെ സ്വഭാവം അറിയില്ല. യഥാർത്ഥത്തില് ഇവര് തമ്മിൽ എന്താണെന്ന് സാറെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചാ പറയില്ല. സാർ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അമ്മ വെറുതെ പേടികാരൻ നിർബന്ധിച്ച് എന്നോട് കൊണ്ടുവന്നു. മിണ്ടാതിരിക്കുന്നേ. കണ്ടില്ലേ സാർ ഇവന്റെ നകളിപ്പ്? മാഡം പ്ലീസ്, ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ അടികൂടി അത് ഞാൻ തീർക്കേണ്ട അവസ്ഥ വരുമോ? പറയാൻ പാടുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും ഈ മോനെ പോലെ കൂട്ടിലടച്ച് വളർത്തുന്ന പിള്ളേർക്കൊന്നും ഇടപെടാൻ പറ്റിയ ഐറ്റം ഒന്നും അല്ല അവനൊന്നും. ഏതായാലും ഇവനെ ആരും കൂട്ടിലടച്ച് വളർത്തിയിട്ടില്ല. വേണ്ടാത്ത എല്ലാ സ്വാതന്ത്ര്യം ഇവന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയാണല്ലോ ഈ കാണുന്നതൊക്കെ. അതെ, നമുക്ക് ആദ്യം ഒരു തീരുമാനത്തിലെത്താം. ഈ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിലിട്ട് നടക്കാതെ എന്തെങ്കിലും ക്രിയാത്മകമോ സർഗാത്മകമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ വാശിയും വൈരാഗ്യങ്ങളും ഒക്കെ. പിന്നെ അവൻ്റെ കാര്യം, അത് മാഡം വൃത്തിക്കൊരു പരാതി എഴുതിയിട്ടിങ്ങാന്നോ ബാക്കി ഞാൻ നോക്കാം. ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് നോക്കും, ഞാൻ നോക്കിക്കോളാം. ശരി. ഡേ നീ വന്നേ, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളൊന്ന് മുഴുകാൻ ശ്രമിക്കുമോ? എന്തോ പറഞ്ഞേ? ക്രിയാത്മകവും സർഗാത്മകവും അല്ലേ? ആ റൈറ്റ്, ആട്ടെ. അപ്പൊ കാണാം. എന്തിന് കാശ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ ബാക്കിയിട്ടുണ്ട്. എന്തോന്നാണ് ഇത്? നീ ഈ പിള്ളേരെ കൂടെ ചീത്താക്കൂ? എന്ത് ചീത്താക്കാൻ? ഞാൻ വാഷി സോപ്പ് കൊടുത്തല്ലേ അവന്. നിന്റെ വാഷി സോപ്പല്ലേ നീ എൻവലപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കണേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റന്റെ കാര്യത്തിൽ ഇടപെടല്ലെന്ന്. മര്യാദയ്ക്ക് നാളെ സമയത്തിന് കളിക്ക് വരാൻ നോക്ക്. അതിനൂടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ സംശയമാണ്. കോളേജിൽ നിന്ന് അഡ്മിഷന്റെ വിളിയൊന്നും തുടങ്ങി. എടാ, നീയൊക്കെ 10 കാശുണ്ടാക്കാൻ വേണ്ടിയില്ല പഠിക്കാൻ പോണത്. ആ സമയത്ത് ഈ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചാലും കിട്ടുള്ള പൈസ ഈ പൈസ അല്ല. ഇങ്ങനെയുള്ള വിവരക്കേട് പറയാതിരിക്കാൻ വേണ്ടിയാണ് ആളുകൾ കോളേജിൽ പോകുന്നത്. നീ അങ്ങനെ ഒരുപാട് ബ്രെയിൻ ഉപയോഗിക്കില്ലേ? ശരിയാക്കി പഠിച്ച് രക്ഷപ്പെടുന്നുണ്ടോ ഇവനൊന്നും സഹിക്കൂല. കേറ് പോളെ. മറ്റവന്മാരെ കൂടെ കളിക്കൊണ്ടുപോടാ. ഈ അവന്മാര് ഇനി വരുമെന്ന് തോന്നുന്നില്ല. എന്ത് ഈ പറഞ്ഞ തന്നെ അഡ്മിഷൻ സാറേ. സാറേ എവർ നോട്ടിപ്പോയി. സാറേ, എൻ്റെയും അപ്പൻ്റെയും കൂടെ ചേർത്ത് ഈ ഫീസ് ഒരു ഫാമിലി പാക്കേജ് ആക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? അല്ലാതെ നന്നാവൂല. എടോ, ഇമാതിരി ചീള് കേസ് ഞാൻ ഏറ്റെടുക്കാത്തത് മുതലാവത്തോണ്ടാ. അപ്പോഴാണ് ഫാമിലി പാക്ക്. അതിപ്പോ സാറിന് മുതലാൻ വേണ്ടിട്ട് നമുക്ക് ആരെങ്കിലും കുത്തിക്കൊല്ലാൻ പറ്റൂ? എടോ, ഇമാതിരി പ്രശ്നത്തിൽ ഇന്ന് ചാടരുതെന്ന്. എത്ര കയറി? 5. ഈ ചള്ള് ചെക്കന്മാരെ കാരണം മഹാ മെനക്കേടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവർക്ക് എന്താടാ വേണ്ടത്? ഒന്ന് തള്ളിയതിന്റെ പേരിൽ. അപ്പൊ അവന്റെ കണ്ണാടിയോ എടുത്താ എന്ത് യൂസ് ചെയ്യുന്നില്ലേ? അതുപോലെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. കോളേജിൽ വെച്ചേ ആ പയ്യനെ റാഗ് ചെയ്ത് പോയിട്ട് അവന്റെ മുഖത്ത് നോക്കുന്ന കാര്യം പോലും മറന്നേക്ക്. റാഗ് ചെയ്യാന്? അതിന് നമ്മളെന്തിനാ അവനെ റാഗ് ചെയ്യണം? അപ്പൊ നീ അറിഞ്ഞില്ലേ, അവൻ ജോയിൻ ചെയ്യാൻ വരുന്നത് നിന്റെ കോളേജിലാ. നോക്കിയും കൊണ്ടൊക്കെ നടന്നോ അവിടെ. എത്തി. പെട്ടെന്ന് ഇറങ്ങി ചേട്ടാ. എത്ര 30. ഇച്ചിരി ഗ്യാപ്പ്. കോളേജ് 10 30 ഏട്ടാ. ഇതോ അവൻ പോണു. അവൻ്റെ 10 വേണ്ടേ? കണക്കാറ്റി 15 15 30 5 രൂപ. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുവാണ്,
അവന്റെ കൂടെ ആരെങ്കിലും നോക്കിയിട്ടൊക്കെ മതി തല്ലുന്നാക്ക. ഒന്ന് പോടാ അവിടെ. അപ്പൊ തല്ലുന്നില്ലേ? തലേ കയറാതിരിക്കാൻ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി. അല്ലാനേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ധൈര്യം എടുത്തുമ്പോ എന്താടാ ചോർന്നു പോന്നെ? ഭാഗ്യം. ഞാൻ കരുതി നീ കോളേജിൽ കാല് വെക്കുമ്പോഴേ അവനെ അടിക്കുമെന്ന്. മുമ്പിൽ കിട്ടിയ ചിലപ്പോ അവനെ ഞാൻ തല്ലിന്നിരിക്കും. കേട്ടല്ലോ. ഇതിപ്പോ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ത പോലെ ഉണ്ടല്ലോ. എന്താടാ? വന്ന് വന്ന് ഓ മൈ ഗോഡ്, ഒറിജിനൽ ചന്ത. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യ? നീ ഇങ്ങനെ പതറല്ലേ? നീ കുറച്ച് ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടേ അങ്ങോട്ട് നടന്നോ. ആറ്റിറ്റ്യൂഡ് എങ്ങനെ? കണ്ട പേടിക്കണ കണ്ട. ഇത്രേ ഉള്ളൂ. ഇവന്മാരൊക്കെയാണ് ഒളിച്ചും പാത്തും വന്ന് ഞോണ്ടാ നിക്കുന്ന. ഇനിയും വരുന്നിടത്ത് വെച്ചാണ്. അതേ പോണു. പാടാ, ഒന്ന് പേടിപ്പിച്ചിട്ടേക്കാം. ഒരു കാരണവശാലും നീ എന്നെ കൈവിടല്ലേ. കണ്ണാടി എടുത്തോണ്ട് ഓടിയാലോ? ആ ഓടിക്കോ, പിന്നെ ആ വഴിക്കങ്ങ് പൊക്കോണം. ആളാകെ മാറിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവൻ തല്ലാൻ ആളെ ഇറക്കുന്നു. ആരാ കുഞ്ഞമ്മേ? ഒന്ന് പോടാ. നിങ്ങളെന്താ ഇവിടെ? അനുപമ എവിടെയാ ചേർന്നേ? എക്കണോമിക്സിന് തന്നെയല്ലേ? ആ കോമേഴ്സ് തന്നെ. വാ പിന്നല്ല കയറിയതേ ഉള്ളൂ. മോനും കോമേഴ്സ് തന്നെ. അതെ, എക്കണോമിക്സ് മിടുക്കൻ. പിന്നെ ഒന്നും ആരോടും പറയാൻ പറ്റിയില്ല. അങ്കിള് VRS എടുത്ത പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. അനുപമയുടെ സംസാരിച്ചത് എങ്ങനെയാ? കുട്ടികൾ ക്ലാസ്സിൽ പോകണ്ടേ? ഞാനാണോ സംസാരിച്ചത്? നീ അല്ലേ സംസാരിച്ചെന്ന്? നിങ്ങൾ ക്ലാസ്സിലോട്ട് പോകും. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആയിട്ട് മോശം ഇമേജ് ഒന്നും ഉണ്ടാക്കണ്ട. ശരി. അയ്യോ പറയാൻ വിട്ടുപോയി. മറ്റന്നാ ഞങ്ങളുടെ അവിടെ ഊണ്. അങ്കിളിന്റെ പിറന്നാളാണ്. പഴയ വീട്ടിലല്ല, അമ്മയ്ക്കറിയാം പുതിയ സ്ഥലം. ദേ രണ്ടുപേരും വരണം. ശരി. അഡ്വാൻസ് ഹാപ്പി നന്നായി വരട്ടെ. അനുഭവം വന്നിട്ടുണ്ട്. വാ. ഇതെങ്ങോട്ട് തുള്ളിച്ചോടി പോകണം? നീ ഇതോടായിരുന്നു. ഒരാളെങ്കിലും ക്ലാസ് കണ്ടുപിടിക്കണ്ടേ? എന്നിട്ട് കണ്ടുപിടിച്ച ഇല്ല. അവൻ ഇതെങ്ങോട്ട് ഓടിപ്പോയത്? അവന്റെ പഴയ അനുപമയില്ലേ, അവൾ ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കും. ഇവിടെ ഈ കോളേജിലാ? അപ്പൊ ബോംബെ പഠിച്ചിട്ടും ബോധമില്ല.